Hi friends, എല്ലാവർക്കും റംഷാദ് വോയിസിലെ പുതിയൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. 20 മാർക്ക് സ്കോർ ചെയ്യുന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഈ ഒരു വീഡിയോ സീരീസിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണിത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകിയിരുന്ന ആ ക്വസ്റ്റ്യൻ ആൻസർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനും പ്ലസ് നിങ്ങൾക്ക് ഒരു 4 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ PSC എക്സാമുകളൊക്കെ എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇന്നലെ തന്നിരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. തോമസ് കമ്പിവേലി കെട്ടാൻ വേണ്ടി ഒരാളെ ഏർപ്പെടുത്തി. ഉച്ചയായപ്പോൾ 1/3 ഭാഗം പണി കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ ബാക്കിയുള്ളതിൻ്റെ പകുതി ഭാഗവും തീർത്തു. ഇനി എത്ര ഭാഗം കൂടി ബാക്കിയുണ്ട്? തോമസ് കമ്പിവേലി കെട്ടാൻ വേണ്ടി ഒരാൾ ഏർപ്പെടുത്തി. ഉച്ചയായപ്പോൾ 1/3 ഭാഗം പണി കഴിപ്പിച്ചു. പണി കഴിഞ്ഞു. ബാക്കി വരുന്നത് എത്രയാണ്? വൈകുന്നേരം വന്നു. അപ്പോൾ 1/3 പകുതിയാണ് ഉദ്ദേശിച്ചത്. പിന്നെ വരുന്നത് ഇനി എത്ര ഭാഗം കൂടി ബാക്കിയുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ആകെ മൊത്തം എത്ര പണി അവിടെ വരുന്നത്? നമുക്കവിടെ വർക്കും തന്നില്ല, പക്ഷെ അവിടെ ഒരു പണിയാണ് മൊത്തം ഉണ്ടാകുക. ഒരു ദിവസം പണി വരുന്നത് ഒന്നാണ് വരുന്നത് മൊത്തം പണി. അപ്പോൾ ഒരു പണിയുള്ളത് ആ ഒന്നിൽ നിന്നാണ് 1/3 മൈനസ് ഒന്നിൽ നിന്ന് 1/3 മൈനസ് ഭാഗം പണി പോയി. അപ്പോൾ ഒരു വർക്കുള്ളതിൽ നിന്നും 1/3 ഭാഗം പണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്നത് എത്രയാണ്? നമുക്ക് നോക്കാം ബാക്കി എങ്ങനെ വരുന്നത്. ഇതെങ്ങനെ ചെയ്യാണ്? 3 - 1 / 3 വരും. അപ്പോൾ എത്രയാണ്? 2/3. ഇപ്പോൾ 2/3 ബാക്കിയുള്ള പണി ആകെ ഉള്ളത് ഒരു പണിയാണ്. അതിൽ 1/3 ഭാഗം ഉച്ചയായപ്പോഴത്തേന് തീർത്ത് ബാക്കിയുള്ള വൈകുന്നേരം ആയപ്പോൾ ബാക്കിയുള്ളതും തീർന്നു തരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വന്നത്? ബാക്കി 2/3 ഭാഗം 1/3 പോയി കഴിഞ്ഞാൽ ബാക്കി 2/3 അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എങ്ങനെ ഹരിക്കണം? 2 വരെ പകുതി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ വിൽക്കം കൊണ്ട് ഗുണിച്ചാൽ മതി. 2/3 ഇൻറ്റു 2/1/2. അപ്പോൾ എങ്ങനെ വരുന്നത്? 2/6 അത് 1/3. ഇനി നമുക്ക് ടോട്ടൽ എത്ര ഭാഗം കഴിഞ്ഞത്? ടോട്ടൽ ഇവിടെ ആദ്യം കഴിഞ്ഞ 1/3 ഇപ്പോൾ കഴിഞ്ഞ 1/3 കഴിഞ്ഞ് ടോട്ടൽ അവിടെ കഴിഞ്ഞ 1/3 പ്ലസ് 1/3 എത്ര വരുന്നത്? 3 + 3 / 9 വരും. അത് എത്രയാണ്? 6/9. അത് എത്ര? 2/3. അപ്പോൾ 2/3 ഭാഗമാണ് അവിടെ പണി കഴിഞ്ഞത്. ഇനി ബാക്കി എത്ര പണിയുണ്ട് ചോദിച്ചാൽ അവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. 2/3 ബാക്കി എത്ര ചോദിച്ചാൽ 1/3. അത് അറിയാത്തവർ ബാക്കി ടോട്ടൽ പണി എന്ന് പറഞ്ഞാൽ ഒരു പണിയുള്ളത് 2/3 മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 3 - 2/3. അത് എത്ര? 1/3. ഇതെങ്ങനെ മൈനസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അറിയാത്തവർ ശ്രദ്ധിക്കുക. താഴെ 1 ഇട്ടാൽ മതി. 1/1 1 വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ അറിയാത്തവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ 1/3 ഭാഗം പണിയാണ് ഇനി ബാക്കി അവിടെ ഉള്ളത്. വേറെ നമ്മൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. 10% കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ 2 വർഷത്തേക്ക് 8,000 രൂപക്ക് കിട്ടുന്ന പലിശ എത്ര? 10% കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ 2 വർഷത്തേക്ക് 8,000 രൂപക്ക് കിട്ടുന്ന പലിശ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ വരിക? ഇവിടെ നമുക്ക് എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ആ ഒരു പെർസെൻറ്റേജ് കണക്കാക്കി നമുക്ക് പലിശ കണക്കാക്കിയാൽ മതി. അപ്പോൾ അതെങ്ങനെ വരിക? A+B + AB / 100 എന്ന് പറയുന്ന എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡിലും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് 8,000 രൂപയുടെ 10% ആദ്യം കാണാം. പിന്നെ 8,000 ആ 10% കിട്ടിയതും കൂടി കൂട്ടിയിട്ട് പിന്നെയും 10%. അങ്ങനെയൊക്കെ കണ്ടാലും പ്രശ്നമല്ല. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യ വർഷം ചെയ്യുന്ന പലിശ എത്രയാണ്? ഇപ്പോൾ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്നത് 10 പ്ലസ് B എന്ന് പറഞ്ഞാൽ പിന്നെയും 10 വരുന്നത് 10 × 10 / 100. എത്രയാണ് ഇവിടെ കിട്ടുന്നത്? 10 + 10 20 കിട്ടുന്നത്. ഇവിടെ 2 0 കട്ട് ചെയ്യുന്നു. അപ്പോൾ എത്ര? 1 × 1. അപ്പോൾ 21% മൊത്തം എഫക്റ്റീവ് പെർസെൻറ്റേജ് വരുന്നത്. എന്ന് വെച്ചാൽ ഈ 8,000-ൻ്റെ 21% കാണാം. അപ്പോൾ 8,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 800 ആണ്. 20% 1,600. 8,000-ൻ്റെ 1% എന്ന് പറയുമ്പോൾ എത്രയാണ്? 80 രൂപ. അപ്പോൾ 1,680 രൂപ. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 1,680 അപ്പോൾ ആ രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 8,000-ൻ്റെ 10% എത്ര? ആദ്യത്തെ വർഷം 800 രൂപ. രണ്ടാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ 8,800-ൻ്റെ 10% 880, 1,680 ആ രീതിയിലും ചെയ്യാം. 2 രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് പെട്ടെന്ന് കാണാൻ പറ്റുന്നത് നോക്കുക.
അത് ചെയ്യാം നോക്കാം. 2 പേർ കൂടി 105 രൂപയെ 3:2 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു. ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടിയെന്ന് ചോദിച്ചാൽ 105 ടോട്ടൽ കിട്ടിയത്. ടോട്ടൽ എമൗണ്ട് ആണ് 105 രൂപയാണ്. 3:2 പറഞ്ഞാൽ ടോട്ടൽ അംശബന്ധത്തിൽ ഇവിടെ 5 വരുന്നത്. അപ്പോൾ ഒരാൾക്ക് കിട്ടിയ ഇത് എ എന്ന് പറയുന്ന ആൾക്ക് കിട്ടുന്നത് 3 അതുപോലെ ബി എന്ന് പറയുന്ന ആൾക്ക് 2 അംശബന്ധം കിട്ടുന്നത്. അപ്പോൾ 105 ഇൻറ്റു ഒരാൾക്ക് കിട്ടിയത് നമുക്ക് നോക്കാം 3/5. 105 10ൽ 2 പ്രാവശ്യം, 5ൽ 1, 21 പ്രാവശ്യമാണ്. 105ൽ 5, 21 × 3 എത്രയാണ്? 20 × 3 എത്രയാണ്? 60. 60ൻ്റെ കൂടെ ഒരു 3 കൂട്ടി, അപ്പോൾ 63. അപ്പോൾ എ എന്ന് പറയുന്ന ആൾക്ക് 63 കിട്ടി. ബി എന്ന് പറയുന്ന ആൾക്ക് എത്ര കിട്ടുക? 105 രൂപയാണ് ടോട്ടൽ. അതിന് 63 മൈനസ് ചെയ്താൽ മതി, 42. അപ്പോൾ 105 ആണ്. എങ്ങനെ കിട്ടിയത്? നമ്മൾ 105 63 രണ്ടാമത് കിട്ടിയ ആളെ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി 105 രൂപ. 63 രൂപയും 102 രൂപ, 42 രൂപയും. അപ്പോൾ മൊത്തം 105 രൂപയാണ്, 63 രൂപയും 42 രൂപയാണ് ഓരോരുത്തർക്ക് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 1000 ആയാൽ ആ ശ്രേണിയിലെ 13ാമത്തെ പദം എന്ത്? അപ്പോൾ ആ ശ്രേണിയിലെ 13ാമത്തെ പദം കാണാൻ എന്താ ചെയ്യേണ്ടത്? അവിടെ ഈ 25 പദങ്ങളുള്ള ഒരു ശ്രേണിയിലെ അതിലെ 13ാമത്തെ പദം എന്ന് പറയുമ്പോൾ ഇത് സെൻട്രലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അതിന് എത്ര പദങ്ങളുണ്ട് അതുകൊണ്ട് ഹരിച്ചാൽ മതി. 1000 മിനിറ്റ് ഹരിക്കണം 25, 40. 13ാമത്തെ പദം 40 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആവറേജ് ആ ഒരു സെൻറ്റർ എത്രയാണോ അതാണ് 13ാമത്തെ പദം വരിക. അപ്പോൾ 40 അതിൻ്റെ ആൻസർ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. രാജുവിൻ്റെ ബോട്ട് 30 കിലോമീറ്റർ വടക്കോട്ടും പിന്നീട് 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും ഓടിച്ചു. അപ്പോൾ പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര ദൂരെയാണ് ബോട്ട് നിൽക്കുന്നത്? രാജുവിൻ്റെ ബോട്ട് 30 കിലോമീറ്റർ വടക്കോട്ടും പിന്നീട് 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും ഓടിച്ചു. ഇപ്പോൾ പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര ദൂരം അകലെയാണ് നിൽക്കുന്നത് എന്ന്. അപ്പോൾ ചെയ്ത് നോക്കുക. ദിശ എന്ന് പറയുന്ന ഭാഗം മുമ്പ് നമ്മൾ എടുത്താണ്, ആ ഒരു രീതി തന്നെ ചെയ്യുക. പിന്നെ വരുന്നത് 1, 2, 4, 7, 11 എന്ന ശ്രേണിയിലെ 6ഉം 7ഉം പദങ്ങൾ എഴുതുക. 1, 2, 4, 7, 11 എന്ന ശ്രേണിയിലെ 6ഉം 7ഉം പദങ്ങളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അക്കങ്ങൾ വെറും വരകളായി സൂചിപ്പിച്ച ക്ലോക്കിൻ്റെ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ നോക്കിയപ്പോൾ 7:30 സമയം. എന്നാൽ ശരിയായ സമയം കാണാവുന്നുണ്ട്. അപ്പോൾ 7:30 ക്ലോക്കിലൂടെ പ്രതിബിംബത്തിലൂടെ നോക്കുമ്പോൾ സമയം. ശരിയായ സമയമാണ് നോക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. കൃത്യം 1:05 1 മണി 5 മിനിറ്റിന് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ഇടയിലുള്ള കോണളവ്. അപ്പോൾ 1:05 മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് കാണാനാണ് അടുത്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത്രയും 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.